നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവരും കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ കുടിശ്ശിക കൊടുക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വിതരണ അറിയിപ്പും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകളും മറ്റു വാർത്തകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെൻഷൻ ഗുണഭോക്താക്കൾ വളരെയധികം കാത്തിരുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2000 രൂപയാണ് ഡിസംബർ മാസം മുതൽ ലഭിച്ചു തുടങ്ങുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ളവരുടെ കുടിശ്ശിക വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു എന്നുള്ള മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. 2 ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അതായത് ലഭിക്കാൻ പോകുന്നത് 4800 രൂപയാണ്. 3 ഗഡുക്കൾ, അതിലെ 2 ഗഡുവാണ് ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് 3200 രൂപ കൈമാറിയിട്ടുള്ളത്. തിങ്കളാഴ്ചയോടുകൂടി തുക എത്തിച്ചേരും. ഡിസംബർ 15 തീയതി മുതൽ അടുത്ത ഗഡുവായ 1600 രൂപ കൂടി എത്തിച്ചേരും. 3 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് ഈ ഒരു സഹായം. നമുക്കറിയാം, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ലഭിച്ചിട്ട് 15 മാസമായി. അതായത് 15 മാസത്തെ കുടിശ്ശിക ഇവർക്ക് ലഭിക്കാനുണ്ട്. അതിൽ 3 മാസത്തെ തുക വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റു പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കുള്ള ഡിസംബർ മാസത്തെ 2000 രൂപയുടെ വിതരണം ഡിസംബർ മാസം 15 തീയതി മുതലാണ് ആരംഭിക്കുന്നത്. 25 തീയതിക്കകം വിതരണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ക്രിസ്മസ് ഉത്സവ സീസൺ കൂടി പരിഗണിച്ചാണ് നേരത്തെയുള്ള ഈ ഒരു വിതരണം. സാധാരണഗതിയിൽ 25 തീയതിക്ക് ശേഷമാണ് വിതരണം നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ 2000 രൂപ നേരത്തെ വിതരണം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുകയാണ്. മാസങ്ങളായി മുടങ്ങിക്കിടന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ തുടങ്ങി എന്നത് തന്നെയാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത. നിരവധി ഗുണഭോക്താക്കൾ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കമന്റിലൂടെ അവരുടെ ആശങ്കകൾ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് അറിയിക്കാം എന്ന് നമ്മൾ അറിയിച്ചതുമാണ്. കാരണം ക്ഷേമനിധി ബോർഡ് വഴി ലഭിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് ഓരോ മാസവും അംശാദായം അടച്ച് ലഭിക്കുന്ന ഒരു പെൻഷനാണ്. അങ്ങനെ അംശാദായം അടച്ചിട്ടും 15 മാസമായി കുടിശ്ശികയുണ്ട് എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഉത്സവ സീസൺ എന്നിവയെല്ലാം പരിഗണിച്ച് ഇപ്പോൾ 3 മാസത്തെയെങ്കിലും കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരവും ആശ്വാസകരവുമാണ്. ഈ ഒരു 3 മാസത്തെ തുക വിതരണം 2 ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 3200 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. പിന്നീട് ഡിസംബർ മാസത്തെ വിതരണം തുടങ്ങുന്നത് 15 തീയതി മുതലാണ്. ആ ഒരു ഘട്ടത്തിൽ 1600 രൂപയും ലഭിക്കും. അങ്ങനെ 4800 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ വരും മാസങ്ങളിൽ തടയുകയും ചെയ്യും. പെൻഷൻ ഗുണഭോക്താവ് നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ഒരു ഓരോ വർഷവും മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.